ഈ സീഡ്സ് ഒന്നും അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ അവർ സമ്മതിക്കാത്തതിൻ്റെ കാരണം ഇവിടെ വന്ന് ഞങ്ങൾ ഒരുപാട് ഫാമുകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല ഇവിടെ സഞ്ചരിച്ചപ്പോഴും ഞങ്ങൾക്ക് പിടികിട്ടി. കാരണം ഇവിടുത്തെ വെജിറ്റേഷൻ, ഇവിടുത്തെ കൃഷി എന്നൊക്കെ പറയുന്നത് അത്ര വളരെ നല്ല സയൻറ്റിഫിക് മെത്തേഡിൽ നടത്തുന്നതാണ്. നല്ല രീതിയിലാണ് ആ പ്ലാന്റിംഗ് ഒക്കെ അവർ നടത്തുന്നത്. അപ്പോൾ ഇത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഈ രാജ്യത്ത് കൊണ്ടുവരാതെ ഇവർ നോക്കും, വളരെ സൂക്ഷിക്കും. അതിൻ്റെ കാര്യം എന്തെന്നറിയോ? ഇവിടുത്തെ പ്ലാന്റിനെ ഇത് റീപ്ലേസ് ചെയ്ത് കളയും. നമ്മുടെ നാട്ടിലുള്ള വളരെ വല്ലാത്ത ഐറ്റംസും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അങ്ങോട്ട് കൃഷി അങ്ങോട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വളരെ നല്ല നല്ല കാര്യങ്ങളുള്ള സ്ഥലമാണ് കാണുന്ന കൃഷിയൊക്കെ. അതിനെ റീപ്ലേസ് ചെയ്തു പോകും. നമ്മുടെ നാട്ടിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഈ കോട്ടൺ എന്ന് പറയുന്നത് മുമ്പ് നമുക്ക് തനതായ കോട്ടൺ ഉണ്ടായിരുന്നു. പക്ഷേ ഈ GM മോഡിഫൈഡ്, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോട്ടൺ വന്നു. ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ കോട്ടൺ ഇല്ല ഇന്ത്യയിൽ. ഇപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് GM കോട്ടണേ ഉള്ളൂ. അത് ലോകരാഷ്ട്രങ്ങൾ പലതും നോക്കുന്നു. പലതൊന്നും ബാക്കി യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ഈ ചോദ്യങ്ങളൊന്നുമില്ല. പക്ഷേ അമേരിക്ക വരുമ്പോൾ അവരത് കർശനമായിട്ട് നോക്കും. അപ്പോൾ ഞങ്ങളുടെ ബാഗേജ് ഒന്നും പരിശോധിച്ചതില്ല. എന്തെങ്കിലും സംശയമുള്ളവരുടെ ബാഗേജ് ആണെങ്കിൽ റീചെക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വിടും. പക്ഷേ ഇതൊന്നുമില്ല. അപ്പോഴേ തന്നെ അദ്ദേഹം ഞങ്ങൾക്ക് സീലും വെച്ച് തന്ന് എൻട്രി അടിച്ച് ഞങ്ങൾ ഇങ്ങനെ കയറി വന്നു. ഈ മോൻ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ വന്നു. അപ്പോഴത്തേക്ക് അവൻ്റെ ഉമ്മ, അതായത് അരിയൻ്റെ വൈഫും വന്നു. ഞങ്ങൾ ഒരുമിച്ച് അവൻ്റെ നല്ല ഒരു കാറ്, ഡോഡ്ജ്, അതിനകത്ത് കയറി. അപ്പോൾ ഞങ്ങളുടെ ലഗേജ് അതിനകത്ത് കൂളായിട്ട് അടുക്കി വെക്കാൻ പറ്റി. പിന്നെ ഈ ലഗേജ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾക്ക് 32 കിലോ വീതമുള്ള പെട്ടികൾ 4 എണ്ണം കൊണ്ടുവരാമായിരുന്നു, എനിക്ക് വൈഫിനും. പക്ഷേ ഞങ്ങൾ 3 പെട്ടിയേ ഉള്ളൂ. അതിനകത്ത് ഒരു 18 കിലോ, 19 കിലോ, ഒരു 21 കിലോ അതേ ഉള്ളൂ തൂക്കം. അതിൽ കൂടുതലായ ഇത് ഹാൻഡിൽ ചെയ്യാനെല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ വന്നത്. അങ്ങനെ ലെസ് ലഗേജ് എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ 20 ദിവസത്തേക്ക് ഞാൻ 20 ടീഷർട്ട് എടുത്തിരുന്നു കേട്ടോ. എന്നാൽ ഇത് കഴിവ് ഉപയോഗിക്കാം. അതിനുമുള്ള മെനക്കേടാനൊന്നും വയ്യാത്തത് കൊണ്ട് ഞാനിത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ 3 പെട്ടിക്കകത്ത് തന്നെ എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാറിനകത്ത് കയറി. ദീർഘമായൊരു യാത്രയാണ്. പിന്നീട് 3.5 മണിക്കൂറുണ്ട്. സിയാറ്റിൽ നിന്ന് ഈ പോർട്ട്ലാൻഡിൽ ഈ ഹിൽസ്ബറോ എന്ന് പറയുന്ന സ്ഥലത്താണ് മോൻ താമസിക്കുന്നത്. അവിടേക്ക് 3.5 മണിക്കൂറുള്ള യാത്രയുണ്ട്. പിന്നെ ഞങ്ങൾക്കത് ഒന്നും വലുതായിട്ട് അതിനകത്തൊരു വിഷമമൊന്നും തോന്നിയില്ല. ആ യാത്ര ആസ്വാദ്യകരമായിരുന്നു യാത്ര. കാരണം അവിടെ ഒരു ഭാഗത്തൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹെവി ട്രാഫിക്. ഫ്രീ വേയിലേക്ക് നമ്മൾ കയറുകയാണ്. ഫ്രീ വേ എന്ന് പറയുന്ന ഒരു വലിയ ഹൈവേ ആണ്. ഈ ഫ്രീ വേ സിയാറ്റിൽ പോർട്ട്ലൻഡ് ആണ്, ആ റോഡാണ്. അതിലേക്ക് ഫ്രീ വേയിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ സിയാറ്റിലിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കര ഹെവി ട്രാഫിക്കാണ്. വളരെ പതുക്കെയാണ് വണ്ടി വരുന്നത്. അപ്പോൾ അവൻ എനിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം പറഞ്ഞു കേട്ടോ. നമുക്ക് ലെഫ്റ്റ് എൻഡിലെ ട്രാഫിക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും എക്സ്ട്രീമെൻ്റ് എന്ന് പറയുന്നത് ആംബുലൻസിനും പോലീസിനും ഉള്ള ഒരു ലൈനാണ്. അതിന് തൊട്ടിപ്പുറത്തെ ഈ ലൈൻ എന്ന് പറയുന്നത്, അതിനകത്തങ്ങ് കയറുമ്പോൾ നമുക്ക് സ്പീഡിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു പുതിയ അറിവാണ്. ഞാനത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ എന്താ അതിൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നത്, നമ്മൾ 4 പേരില്ലേ, അതുകൊണ്ടത് പോസിബിളാണ്. അതായത് 2 പേര് മാത്രം, അല്ലെങ്കിൽ ഒരാൾ മാത്രം, അല്ലെങ്കിൽ 2 പേര് മാത്രം ഓടിക്കുന്ന കാറുകളാണെങ്കിൽ അത് നമ്മളിപ്പോൾ പോകുന്ന ലൈനിലേ പോകാനുള്ളൂ. അത് തന്നെ ഒരു 3 ലൈനുണ്ട്. നമ്മൾ ഇടത്ത വശത്ത് 4ാമത്തെ ലൈനിലേക്ക് നമ്മൾ കയറി ഇതുപോലെ സ്പീഡിന് പോകണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി മോർ ദാൻ 2 persons. അതായത് 2ൽ കൂടുതൽ ആളുകൾ ഉള്ള കാറുകളെ അതിലേ വിടുകയുള്ളൂ. അപ്പം ഞാനതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്നേരമാണ് എനിക്കത് പറഞ്ഞു തന്നത്. അതായത് കാറുകളുടെ എണ്ണം കുറയുമ്പോൾ പൊല്യൂഷൻ കുറയുമല്ലോ. ഇവിടെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആരും ഇഷ്ടപ്പെടുന്നില്ല. ഈ ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ, മെട്രോ പോലുള്ള ട്രെയിനുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ ആൾ വളരെ കുറവാണ്. ആളുകൾക്ക് അവരുടേതായ പ്രൈവസിയിൽ യാത്ര ചെയ്യണം. ഒരാളെ ഉള്ളൂ ഓഫീസിൽ പോകണമെങ്കിലും അയാൾ ബൈ കാർ, അയാളുടെ കാറിനകത്താണ് പോകുന്നത്. അതേപോലെ തന്നെ 2 പേരാണെങ്കിൽ അവർ കാറിനകത്ത് പോകും. ഈ 4 പേരൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. അതിപ്പോൾ നമ്മളിങ്ങനെ വന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്
ഞങ്ങൾ ഈ 4 പേരായത്. ഇല്ലെങ്കിൽ അവൻ മാത്രമാണ് ഈ കാറിനകത്ത് പോകുന്നത്. അപ്പോൾ അവൻ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഈ ലൈനിൽ കയറാൻ പറ്റത്തില്ല. ഈ ലൈനിൽ കയറി. ഈ ലൈനിൽ കയറിയപ്പോൾ ഇറ്റ് വാസ് വെരി ഫാസ്റ്റ്. ഞങ്ങൾക്ക് ഒരു 75 കിലോമീറ്റേഴ്സ് 80 കിലോമീറ്റേഴ്സിനകത്ത് അത് ഓരോന്നും തന്നെ ആ കാർ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതിനകത്ത് അവിടെ പെർമിസിബിൾ ആയിട്ടുള്ള ഈ മൈലേജ് കാണിക്കും. അതേപോലെ തന്നെ ഈ നമ്മുടെ സ്പീഡും അപ്പം നോക്കും. അത് അവൻ വളരെ നിയമാനുസരണമാണ് കാർ ഓടിക്കിച്ചത് കേട്ടോ. ആ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ അങ്ങനെ വന്നു. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഇതിൻ്റെ ഗുണം എന്താണെന്നറിയോ? ഈ 4 പേർക്കാണെങ്കിൽ ഇവിടെ ആകുമ്പോൾ ആളുകൾ കാറിൻ്റെ എണ്ണം 4 എന്നുള്ളത് അടുത്തുള്ള അടുപ്പക്കാരാണെങ്കിൽ അവരൊന്നിച്ച് യാത്ര ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ 4 കാറിന് പകരം 1 കാറാവും. അപ്പോൾ കാറിൻ്റെ എണ്ണം കുറയും. അപ്പോൾ അതൊരു ഒരു പുതിയ അറിവാണ്. ഇത് യഥാർത്ഥത്തിൽ എല്ലായിടവും നടപ്പാക്കുന്നതാണ്. നമ്മുടെ നാട്ടിലുമൊക്കെ നിങ്ങൾ ഒന്നിലധികം ആളുകൾ അല്ലെങ്കിൽ 2ലധികം ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ബൈ ദാറ്റ് ലൈൻ. ആ ലൈനിൽ കൂടെ പോകാം. അപ്പോൾ നമുക്ക് സ്പീഡിന് പോകാൻ പറ്റും. അങ്ങനെ സ്പീഡിന് പോകുന്ന ഈ ഫെസിലിറ്റി എടുക്കാൻ വേണ്ടി ആളുകൾ വണ്ടിയുടെ എണ്ണം കുറയ്ക്കും. അപ്പോൾ പൊല്യൂഷൻ കുറയും, ചെലവ് കുറയും, എല്ലാം നല്ലതാണ്. അതായത് റോഡിൻ്റെ വെയർ ആൻഡ് ടയർ കുറയും, വാഹനങ്ങൾക്ക് ആളുകൾക്കും ലാഭമാണ്. എല്ലാം കൊണ്ടും നല്ലൊരു കാര്യമാണ് ഞാൻ കണ്ടത്. ഏതായാലും അതൊരു പുതിയ അറിവായിരുന്നു. ഞങ്ങളങ്ങനെ വന്ന് ഒരു 3.5 മണിക്കൂറെന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു 3 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഇവിടെ ഹിൽസ്ബറോയിലെത്തി. ഹിൽസ്ബറോയിൽ നോർത്ത് ഈസ്റ്റ് ആൾഡർ സ്ട്രീറ്റിൽ ഉള്ള അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ വന്നത്. വളരെ അതായത് അത് ഞങ്ങൾ ഈ ലഗേജ് ഒക്കെ എടുത്ത് കയറ്റി അതെല്ലാം മോൻ തന്നെ ചെയ്തു തന്നു. കാരണം ഞങ്ങളൊക്കെ പ്രായമുള്ള ആളുകളാണ് ഈ 3 പേരും. ചെറുപ്പമാവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ലഗേജും എല്ലാം എടുത്ത് മോനെടുത്ത് കയറ്റി ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റ് വന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്. നല്ല 2 ബെഡ്റൂം, നല്ല ഒരു ബെസ്റ്റ് കിച്ചൺ, നല്ല ഒരു ഡ്രോയിങ് ലിവിങ്, എവറിതിങ് എല്ലാം നല്ല വളരെ നല്ല, അതായത് ഹോട്ടലിലൊക്കെ ഉള്ളതിനേക്കാളും നല്ല വാഷ്റൂം, ഈ ഫെസിലിറ്റി എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഒരു ഗുണമെന്നുള്ളത് എന്താണെന്നറിയോ? എനിക്ക് ഈ ഹോട്ടൽ ഫുഡ് എന്ന് പറയുന്നത് വളരെ വെറുപ്പാണ്. ഞാൻ വളരെ കുറച്ചേ അത് കഴിക്കാറുള്ളൂ. ഹോട്ടൽ ഫുഡ് ഞാനത് കഴിയുന്നതും ഒഴിവാക്കും. ഇവിടെ വന്നപ്പോൾ ഇവർ 2 പേരും കൂടെ പാചകം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി ഞാനും മോനും കൂടെ വെളിയിൽ പോയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ഇവിടെ അല്ലാതെ തന്നെ എല്ലാം ഇരിപ്പുണ്ട്. എന്നാലും നമുക്ക് വേണ്ട പ്രത്യേക സാധനങ്ങളുമൊക്കെ വാങ്ങി ഞങ്ങൾ കൊണ്ടുവന്നു. ഇവർ കുക്ക് ചെയ്തു. ആ കുക്ക് ചെയ്ത് നല്ല ഒന്നാന്തരമായിട്ടുള്ള ആഹാരം ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഡിന്നറ് വളരെ കുശാലായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇവിടെ ഒരു വളരെ സുഖകരമായ ഒരു താമസം അത് കിട്ടി. ഹോട്ടലിലാണെങ്കിൽ വിഷമിച്ചു പോയരെ യഥാർത്ഥത്തിൽ. ഹോട്ടൽ എടുക്കാൻ ഒക്കാത്തത് കൊണ്ടല്ല, പക്ഷേ ഇങ്ങനെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ നമ്മൾ താമസിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ചും അമേരിക്കയിലൊക്കെ. ശേഷം അടുത്തതിൽ